ഈശോം ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മണർക്കാട് പള്ളിയിലെ സൂനോറയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സൂനോറോ എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം ഇടക്കെട്ട് എന്നാണ്. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വസ്ത്രത്തിൻ്റെ ഭാഗമായ ഇടക്കെട്ടിൻ്റെ ചെറിയ ഒരു ഭാഗം മണർക്കാട് പള്ളിയിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. മാതാവിൻ്റെ തിരുശേഷിപ്പുകൾ ആയ ഇടക്കെട്ടും തുവാലയും നേരിട്ട് ലഭിക്കുവാനുള്ള അനുഗ്രഹം ലഭിച്ചത് തോമാശ്ലീഹായ്ക്ക് ആയിരുന്നു. മാതാവിൻ്റെ മരണസമയത്ത് തോമാശ്ലീഹ ഒഴികെയുള്ള മറ്റു ശിഷ്യന്മാർ മാതാവിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. തോമാശ്ലീഹ അപ്പോൾ ഇന്ത്യയിൽ പ്രേക്ഷിത പ്രവർത്തനം നടത്തുകയായിരുന്നു. പരിശുദ്ധാത്മ ദർശനത്തിലൂടെയാണ് തോമാശ്ലീഹ മാതാവിൻ്റെ മരണവിവരം അറിയുന്നത്. തോമാശ്ലീഹ വിവരം കേട്ടപ്പോൾ മാതാവിനെ കാണുന്നതിനായി കപ്പൽ കയറി എന്നും യാത്രാമധ്യേ ദൈവമാതാവിൻ്റെ ശരീരം വഹിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുന്ന മാലാഖമാരുടെയും വിശുദ്ധരുടെയും സംഘത്തെ ദർശിക്കുകയും ചെയ്തു. തോമാശ്ലീഹായുടെ അപേക്ഷ പ്രകാരം മാതാവിൻ്റെ ദർശനം ലഭിക്കുകയും മാതാവ് തൻ്റെ തുവാലയും ഇടക്കെട്ടും തോമാശ്ലീഹായ്ക്ക് നൽകുകയും ചെയ്തു എന്നാണ് പാരമ്പര്യ വിശ്വാസം. ഇവയുമായി ജെറുസലേമിൽ എത്തിയ തോമാശ്ലീഹ മറ്റു ശിഷ്യന്മാരോടൊപ്പം ദൈവമാതാവിൻ്റെ കല്ലറ സന്ദർശിച്ചു. എന്നാൽ കല്ലറയിൽ മാതാവിൻ്റെ മൃതശരീരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ തൻ്റെ കൈവശമുള്ള മാതാവിൻ്റെ ഇടക്കെട്ടും തൂവാലയും മറ്റ് ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് യാത്രയിൽ താൻ കണ്ട ദർശനത്തെക്കുറിച്ചും നടന്ന സംഭവങ്ങളെക്കുറിച്ചും തോമാശ്ലീഹ വിവരിച്ചു. തോമാശ്ലീഹായ്ക്ക് ലഭിച്ച സൂനോറയുടെ ഒരു ചെറിയ ഭാഗമാണ് കോട്ടയം ജില്ലയിലെ മണർക്കാട് സെൻറ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ പരസ്യവണക്കത്തിനായി സ്ഥാപിച്ചിട്ടുള്ളത്. സ്നേഹമുള്ളവരെ, മണർക്കാട് പള്ളിയിലെ സൂനോറ സന്ദർശിച്ച് പ്രാർത്ഥിക്കുകയും ദൈവമാതാവിൻ്റെ തിരുസ്വരൂപം വണങ്ങുന്നതിനും ആയി ഓരോ വർഷവും നിരവധി തീർത്ഥാടകരാണ് വന്നുചേരുന്നത്. ദൈവമാതാവിൻ്റെ ജനന തിരുനാളിനോടനുബന്ധിച്ചുള്ള 8 നോമ്പാചരണവും പ്രധാന തിരുനാളും ഈ പള്ളിയിൽ പ്രസിദ്ധമാണ്. തിരുനാളിനോടനുബന്ധിച്ച് തുറക്കുന്ന മാതാവിൻ്റെ തിരുസ്വരൂപം സെപ്റ്റംബർ 14 കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളോടെ സമാപിക്കുന്നു. നിരവധി തീർത്ഥാടകരാണ് അനുദിനം ദൈവമാതൃസന്നിധിയിൽ മധ്യസ്ഥ പ്രാർത്ഥനകളുമായി അണയുന്നത്. സാധിക്കുന്ന വിശ്വാസികൾ തങ്ങളുടെ തീർത്ഥാടന യാത്രകളിൽ ഈ പള്ളി കൂടി സന്ദർശിക്കുമല്ലോ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.